മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, കഷ്ടനഷ്ടങ്ങൾ, രോഗപീഠകൾ എന്നിവ പോലുള്ള ദുരിതങ്ങളിൽ കൂടെ നിൽക്കുന്നവർ ആരാണോ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ ബന്ധുക്കൾ. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക, എന്നാൽ നിങ്ങളുടെ ബുദ്ധി പറയുന്നത് പോലെ മാത്രമേ പ്രവർത്തിക്കാവൂ. മനുഷ്യൻ വിധിയെ കുറ്റം പറയുന്നു, എന്നാൽ അവൻ്റെ ജീവിതം തെറ്റുകളുടെയും ബലഹീനതകളുടെയും അഭിനിവേശത്തിൻ്റെയും പ്രതിധ്വനി മാത്രമാണ്. ഭക്തരെ, നിങ്ങളുടെ കണ്ണ് നനച്ച ഓർമ്മകളെ മറക്കരുത്. വീണ്ടും അതോർത്ത് കരയാനല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോൽക്കാതിരിക്കുവാൻ മാത്രം. ഭക്തരെ, നിങ്ങളുടെ മൂല്യം ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. ആ വ്യക്തി നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ അർഹിക്കുന്നില്ല. ഭക്തരെ, ചിലരുടെ ജീവിതം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടമാണ്. അവർക്ക് സന്തോഷമില്ല, സങ്കടമില്ല. അവരുടെ കണ്ണീരിനു പോലും മറ്റുള്ളവരെ ഭയമാണ്. ഒന്ന് പൊട്ടിക്കരയാൻ സ്വാതന്ത്ര്യമില്ല, ഇഷ്ടം തുറന്നു പറയാൻ അവകാശവുമില്ല. നിങ്ങളെ മറക്കാൻ ആർക്കും ദ്രോഹം ചെയ്യണമെന്നില്ല, ഉപകാരം ചെയ്താലും മതി. ഭക്തരെ, നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളെ പോലെയാണ് നിങ്ങളുടെ വികാരങ്ങളും. അവ നിങ്ങളിലേക്ക് വരികയും പോകുകയും ചെയ്യും, എന്നാൽ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. നിങ്ങൾക്ക് ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. ഭക്തരെ, ഒരിടത്ത് നിങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് നിങ്ങൾ പരിഗണിക്കപ്പെടും. ഒരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ മറ്റൊരു വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം, പെരുമാറണം എന്നൊന്നും പറയാൻ നിങ്ങൾ ആരുമല്ല. എന്നാൽ മറ്റുള്ളവരുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും എങ്ങനെ പ്രതികരിക്കണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഭക്തരെ, ചില മനുഷ്യർ അങ്ങനെയാണ്. അവരുടെ ആവശ്യങ്ങൾ കാണുന്നതുവരെ നിങ്ങളെ ചേർത്ത് പിടിക്കും. കാര്യം കഴിഞ്ഞാൽ ചേർത്തതിലും വേഗത്തിൽ നിങ്ങളെ ഒഴിവാക്കും. കൂടെ കുറേ കുറ്റങ്ങളും ചാർത്തിത്തരും. മറ്റുള്ളവർക്ക് സങ്കടം നൽകി സന്തോഷത്തോടെ ജീവിക്കുന്നവർ ഓർക്കുക, കൊടുത്തതൊക്കെയും തിരിച്ചു വരുന്നൊരു കാലം തീർച്ചയായും വരും. ഭക്തരെ, ഓരോ മനുഷ്യൻ്റെയും കുറവ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾക്കോ അവരുടെ സ്നേഹത്തിനോ അവരുടെ സങ്കടങ്ങൾക്കോ ഒരു വിലയും കൊടുക്കാത്തവരെയായിരിക്കും അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഭക്തരെ, അനുഭവിക്കുന്നതുവരെയുള്ള ജീവിതം ആകാംക്ഷയാണ്, അതിശയമാണ്. അതിനുശേഷമുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ പാഠം. ക്ഷമിക്കുന്നത് നല്ലതാണ്, അതിനൊരു പരിധി വയ്ക്കുന്നതും നല്ലതാണ്. ഭക്തരെ, എന്തിനും ഏതിനും സ്വയം ന്യായീകരിക്കുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങളുടെ ക്ഷമയ്ക്കും തോറ്റുകൊടുക്കലിനും വേണ്ടി നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കരുത്. പിന്നീട് നിങ്ങൾ അതോർത്ത് ഒരുപാട് വിഷമിക്കേണ്ടി വരും. ഭക്തരെ, നിങ്ങളുടെ മാനസികാരോഗ്യത്തേക്കാൾ മൂല്യമേറിയ ഒരു വസ്തുവും ഈ ലോകത്തിലില്ല. അതുപോലെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് വിലപ്പെട്ടതല്ല. താക്കോലില്ലാത്ത പൂട്ടുകൾ ഒരിക്കലും നിർമ്മിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ദൈവം ഒരിക്കലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ നൽകാറുമില്ല. അവ തുറക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടായാൽ മതി. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.